സംസ്ഥാന സ്പോർട്സ് കൗൺസിലിന്റെ അനാസ്ഥ കാരണം ദേശീയ കബഡി ടീമിൽ കളിക്കാനുള്ള അവസരം നഷ്ടമായി കൗമാരതാരം. തിരുവനന്തപുരം അരുമാനൂർ MVHSSലെ +2 വിദ്യാർത്ഥിനി അഞ്ജിതയാണ് സ്പോർട്സ് കൗൺസിലിലെ അധികാര വടംവലിയിൽ ബലിയാടായത്. വിവരങ്ങളുമായി ദിസ്ന സുരേഷ് ഒപ്പം ചേരുന്നു. ദിസ്ന, ഇതാദ്യമായിട്ടൊന്നും അല്ല. സാധാരണ കുടുംബത്തിൽ, ഒരുപക്ഷെ നിർധന കുടുംബത്തിൽ ജനിച്ച് കായിക രംഗത്തേക്ക് വന്ന് അവരുടെ മികവ് കാട്ടി ആ മികവ് കൊണ്ട് രക്ഷപ്പെടേണ്ടവർ അസ്തമിച്ചു പോകുന്നത് അവരാലല്ലാതെ ഈ സ്പോർട്സ് കൗൺസിൽ അടക്കമുള്ള കായിക സംഘടനകളുടെ വടംവലിയിൽ അസ്തമിച്ചു പോകുന്നത് ഇതാദ്യമല്ല. നോക്കൂ, ഇവിടെ സ്പോർട്സ് കൗൺസിൽ ഉണ്ടോ എന്ന ചോദ്യത്തിന് അതിനുമായി ചേർന്ന് നിൽക്കുന്നവർ, അടുത്തറിയുന്നവരൊക്കെ ഇല്ല എന്ന ഉത്തരം പറയുന്ന കാര്യത്തിൽ സംശയമുണ്ട്. കാരണം നമ്മുടെ എത്രമാത്രം മികവുറ്റതായിരുന്നു കേരളത്തിലെ കായിക രംഗം, അത്ലറ്റിക്സ് അടക്കമുള്ളത് എന്ന് നമുക്കറിയാം. പക്ഷേ ഇപ്പോൾ അതൊക്കെ താഴേക്ക് പോവുകയാണ്. ഇതിപ്പോൾ ഒരു കുട്ടി കൂടി ബലിയാടാകുന്നു. എന്താണ് അവർ പറയുന്നത്? തീർച്ചയായും കൃഷ്ണരാജ്, ഈ വാർത്ത എടുക്കാൻ പോയപ്പോൾ ഒരു കുടുംബത്തിൻ്റെ ഒരു പ്രതീക്ഷ ഒന്നാകെ മങ്ങിപ്പോയ അവസ്ഥ തന്നെയാണ് നമുക്ക് പ്രധാനമായും കാണാൻ കഴിയുന്നത്. അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് 6ാം ക്ലാസ് മുതലാണ് അവളുടെ സ്വപ്നങ്ങൾ നെയ്തു കൂട്ടിയത് എന്ന് തന്നെയാണ്. ഈ അവസാന ചാൻസാണ് ഈ ബഹ്റൈനിൽ നടക്കുന്ന പെൺകുട്ടികളുടെ ഏഷ്യ ജൂനിയർ ചാമ്പ്യൻഷിപ്പിലേക്കുള്ള അവസരം എന്ന് പറയുന്നത്. അച്ഛൻ കൂലിപ്പണിക്കാരനാണ്, അവരുടെ വീട് പണിയൊക്കെ തന്നെയും പൂർത്തിയാവുന്നതേ ഉള്ളൂ. അപ്പം അത്തരത്തിൽ വളരെ കഠിനാധ്വാനം ചെയ്ത അച്ഛൻ്റെ ഒരു പ്രധാന ലക്ഷ്യമായിരുന്നു ഇത്തരത്തിൽ മകളെ ഇങ്ങനെയൊരു, അതായത് ഒരു അത്ലറ്റിക് മീറ്റിൽ പങ്കെടുക്കുവാൻ സാധിക്കണമെന്നത് ആ അച്ഛൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യമായിരുന്നു. പക്ഷേ അതിന് സാധിക്കാതെ പോയ ഒരു അവസ്ഥ തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിൽ പ്രധാനമായും എടുത്തു പറയേണ്ടത്, ഈ ക്യാമ്പിലേക്ക് അഞ്ജിതയെ തെരഞ്ഞെടുത്ത വിവരം ഫെഡറേഷൻ സംസ്ഥാന സ്പോർട്സ് കൗൺസിലിനെ രേഖാമൂലം അറിയിച്ചിരുന്നു. 31-ാം തീയതിക്കുള്ളിൽ പാസ്പോർട്ട് ഉൾപ്പെടെയുള്ള രേഖകൾ ഹാജരാക്കണമെന്നും ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ എന്നാൽ അധികൃതർ ഈ വിവരം അഞ്ജിതയെയോ ബന്ധപ്പെട്ട ആളുകളെയോ അറിയിച്ചില്ല എന്നത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മാത്രമല്ല, ഇദ്ദേഹത്തിൻ്റെ സ്പോർട്സിൻ്റെ കോച്ചാണ് പിന്നീട് എന്തുകൊണ്ടാണ് ലിസ്റ്റിൽ ഈ കുട്ടിയുടെ പേര് വരാത്തത്, അത് സംബന്ധിച്ച് അന്വേഷണം നടത്തണമെന്നൊരു കാര്യം ആവശ്യപ്പെട്ടത്. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ഇത്തരത്തിൽ ഈ അധികൃതരുടെ അനാസ്ഥ മൂലമാണ് ഈ കുട്ടിയുടെ അവസരം നഷ്ടപ്പെട്ടത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിരിക്കുന്നത്. പക്ഷേ ഒരു പൊടിയിടൽ, ആളുകളുടെ കണ്ണിൽ പൊടിയിടുക എന്നതുപോലെ ആളുകളെ താൽക്കാലികമായി സസ്പെൻഡ് ചെയ്തൊരു നടപടി എടുത്തിട്ടുണ്ടെങ്കിലും ഒരു പാവപ്പെട്ട കുട്ടിയുടെ അല്ലെങ്കിൽ സ്വപ്നങ്ങൾ നെഞ്ചിലേറ്റി നടക്കുന്ന ഒരു കായിക താരത്തിൻ്റെ സ്വപ്നങ്ങൾ തന്നെയാണ് സ്പോർട്സ് കൗൺസിൽ തല്ലിക്കെടുത്തിയത് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഇപ്പം ഇതുമായി ബന്ധപ്പെട്ട ക്യാമ്പ് നടക്കുകയാണ്. ഈ ക്യാമ്പിൽ പങ്കെടുത്താൽ മാത്രമേ ഈ മീറ്റിൽ കുട്ടിക്ക് പങ്കെടുക്കാൻ കഴിയുകയുള്ളൂ എന്നതാണ്. പക്ഷെ നമ്മുടെ ഈ വാർത്ത അധികൃതർ കാണുകയാണെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ആ മീറ്റിൽ പങ്കെടുക്കുവാനുള്ളൊരു അവസരം ആ കുട്ടിക്ക് ലഭിക്കും എന്നത് തന്നെയാണ് ആ കുടുംബം വ്യക്തമാക്കിയിട്ടുള്ളത്. സാധാരണക്കാരായ ആളുകളുടെ ഒരു സ്വപ്നം, ഏക പ്രതീക്ഷയാണ്. അച്ഛൻ കൂലിപ്പണിക്കാരനാണ്, ദിവസവും കൂലിപ്പണി ചെയ്ത് കുടുംബം നോക്കുന്നു. ആ വരുമാനത്തിൽ നിന്നാണ് അവൾ ഇത്രയും കാലം ഇത്രയും മത്സരങ്ങളിൽ പങ്കെടുത്തത് എന്ന് തന്നെയാണ്. എന്തായാലും വലിയ വിഷമത്തിൽ തന്നെയാണ് കൃഷ്ണരാജ് ആ കുടുംബമുള്ളത്. ഏതെങ്കിലും തരത്തിൽ ഒരു അവസരം അല്ലെങ്കിൽ ഇതിൽ പങ്കെടുക്കുവാനുള്ള ഒരു അവസരം അവർക്ക് ലഭിക്കും എന്നൊരു പ്രതീക്ഷ, അവസാന പ്രതീക്ഷയിൽ തന്നെയാണ് അവർ കാത്തിരിക്കുന്നത്. കൃഷ്ണരാജ്, ദിസ്ന, ഈ കുട്ടി സ്വന്തം മികവ് കൊണ്ട് പലപ്പോഴും നമ്മുടെ സ്കൂളുകളിലേക്ക് എത്തി അവിടെയുള്ള കുട്ടികളുടെ മികവ് കണ്ടെത്താൻ ഒരു കായിക സംഘടനയും ശ്രമിക്കുന്നില്ല. ശ്രമിച്ചാൽ തന്നെ അത് ആരംഭശൂരത്വമായി അവസാനിക്കുകയും ചെയ്യും. തുടക്കത്തിലൊരു ആവേശം കാണും, പിന്നീട് അത് അസ്തമിച്ചു പോകും. ഒരുപക്ഷെ ഈ ദേശീയ താരങ്ങൾ അടക്കമുള്ളവരെക്കാൾ മികവ് കാട്ടാൻ ശേഷിയുള്ള പല കുട്ടികളും അവരൊന്ന് ചാടാനോ ഓടാനോ കഴിയാതെ പോലും അസ്തമിച്ചു പോവുകയാണ്. ഇതിപ്പോൾ മികവ് കാട്ടി പ്രധാന രംഗത്തേക്ക് കടന്നു വരാൻ ആഗ്രഹിച്ച ഒരു കുട്ടി, ആ കുട്ടിക്ക് പോലും ഇടവില്ലെങ്കിൽ, ആ കുട്ടി പോലും പരിഗണിക്കപ്പെടുന്നില്ലെങ്കിൽ എന്താണ് നമ്മുടെ കേരളത്തിലെ കായിക രംഗത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? തീർച്ചയായും കൃഷ്ണരാജ് സൂചിപ്പിച്ചതുപോലെ തന്നെ യഥാസമയം രേഖകൾ ഹാജരാക്കാതിരുന്നതിനാലാണ് ഈ ഫെഡറേഷൻ മറ്റൊരു കുട്ടിയെ ക്യാമ്പിലേക്ക് തിരഞ്ഞെടുത്തത്. റാങ്കിലെ 9ാം കാരിയായാണ് ഈ അഞ്ജിത തിരഞ്ഞെടുക്കപ്പെട്ടത് എന്ന് തന്നെയാണ് ഏറ്റവും എടുത്തു പറയുന്നത്. ഇവർ ഇത് പരാതിയുമായി പോയി പിന്നീട് അത് വാർത്തയായപ്പോൾ രണ്ടുപേരെ സസ്പെൻഡ് ചെയ്ത് മുഖം രക്ഷിക്കുവാനുള്ള ഒരു ശ്രമം മാത്രമാണ് സ്പോർട്സ് കൗൺസിലിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. ഈ അഞ്ജിതയുടെ പരിശീലകൻ ഉൾപ്പെടെ വളരെ വലിയൊരു വിഷമത്തിൽ തന്നെയാണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ടുള്ളത്. നേരത്തെ കൃഷ്ണരാജ്
സൂചിപ്പിച്ചതുപോലെ തന്നെ അവസാന ചാൻസ് ആയിരുന്നു. ഇനി ഇത്തരത്തിൽ ഈ സ്കൂൾ തലത്തിൽ മത്സരിക്കുവാൻ ആ കുട്ടിക്ക് സാധിക്കില്ല എന്നത് തന്നെയാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. നമ്മൾ ആ വാർത്ത എടുക്കുവാൻ പോയപ്പോൾ അവരുടെ പിതാവിനുൾപ്പെടെ വലിയ വിഷമമുണ്ട് എന്നത് തന്നെയാണ് അവർ പറയുന്നത്. ഏതെങ്കിലും തരത്തിൽ അവസാനമായി അത്തരത്തിലൊരു ചാൻസ് ഉണ്ടെങ്കിൽ അത് എങ്ങനെയെങ്കിലും തൻ്റെ മകൾക്ക് ലഭിക്കണം എന്നത് തന്നെയാണ് പറയുന്നത്. അവർ ഈ സംഭവവുമായി ബന്ധപ്പെട്ട അധികൃതരെ ബന്ധപ്പെട്ടപ്പോൾ അത്തരത്തിൽ അധികൃതരുടെ ഭാഗത്ത് നിന്നുണ്ടായ ഒരു പിഴവാണ് ഈ ഒരു അവസരം നഷ്ടമായത് എന്നൊരു വിശദീകരണം, അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു നടപടിയല്ലാതെ യാതൊരു തരത്തിൽ പിന്നീട് ബന്ധപ്പെടുവാനൊന്നും ശ്രമിച്ചിട്ടില്ല എന്നത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിൻ്റെ ആദ്യഘട്ടത്തിൻ്റെ ഭാഗമായി ക്യാമ്പ് തുടങ്ങിക്കഴിഞ്ഞു എന്നത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആ ക്യാമ്പിൽ അറ്റൻഡ് ചെയ്താൽ മാത്രമേ ഈ ഒരു മത്സരത്തിൽ പങ്കെടുക്കാൻ കഴിയുകയുള്ളൂ എന്നൊരു നിർദ്ദേശം തന്നെയാണ് ആ കുട്ടിയോടും ഈ ബന്ധപ്പെട്ട അധികൃതർ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. പക്ഷേ നമ്മുടെ വാർത്ത ഏതെങ്കിലും തരത്തിൽ ശ്രദ്ധയിൽപ്പെടുകയാണെങ്കിൽ, അതായത് 6 വയസ്സ് മുതൽ കബഡി കളിച്ച് ഒരു സാധാരണ കുടുംബത്തിൽ നിന്ന് വളർന്നു വന്ന അഞ്ജിതയ്ക്ക് അവളുടെ ഏറ്റവും വലിയ സ്വപ്നം തന്നെയാണ് പൂവണിയുക. കൃഷ്ണരാജ്, ശരി, സ്പോർട്സ് കൗൺസിലിൻ്റെ അനാസ്ഥ കാരണം ദേശീയ കബഡി ടീമിൽ കളിക്കാനുള്ള അവസരം നഷ്ടമാവുകയാണ് ഒരു കൗമാര താരത്തിന്. ഇതൊക്കെ കായിക സംഘടനകൾ കാണണം, കായിക അധികാരികൾ കാണണം. ഇത് ഒരു മികവ് കൊണ്ട് മുന്നിലേക്ക് വന്ന ഒരു പെൺകുട്ടിയുടെ കായിക രംഗത്തോടുള്ള താല്പര്യം, കബഡിയോടുള്ള അവളുടെ പ്രിയം ഇല്ലാതാക്കുന്നതിന് തുല്യമാണ്. നോക്കൂ, സ്വന്തം മികവ് കൊണ്ട് മുന്നോട്ട് വരുന്നവരെ എന്തിനാണ് നിങ്ങൾ അവഗണിക്കുന്നത്? നിങ്ങളുടെ അധികാര വടംവലിയിൽ ഇത്തരം മികവുറ്റ താരങ്ങളെ ബലിയാടാക്കുന്നത് എന്തിന്? വിവരങ്ങൾ നൽകുകയായിരുന്നു ജിസ്ന സുരേഷ്.